ഇസ്രായേലി ബന്ദികളെ ഈജിപ്തിലാണ് ഹമാസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഗസയുടെ എല്ലാ ഭാഗങ്ങളിലും വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിലുള്ള പരിശോധന നടത്തുകയും ബങ്കറുകളും വ്യത്യസ്തമായിരിക്കുന്ന സാക്ഷികളെയും വിചാരണ ചെയ്തതിന്റെയും അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്ന കാര്യം സംരക്ഷണം നൽകുന്നത് ഈജിപ്താണ് എന്ന തരത്തിലാണ്. അങ്ങനെ ഈജിപ്ത് ഇസ്രായേലി ബന്ദികൾക്ക് സംരക്ഷണം നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് കനത്ത രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാകും എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് ഈജിപ്തിന്റെ ഭാഗത്തിൽ നിന്നും ഈ നിലവിലെ സാഹചര്യത്തിൽ ഒന്നും മറുപടിയായിട്ട് വന്നിട്ടില്ല. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ അത് പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നതിനെക്കുറിച്ചും വലിയ രീതിയിലുള്ള ചർച്ച ഇപ്പൊ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. 224 ദിവസം പിന്നിട്ടു ഫലസ്തീൻ ഇസ്രായേലുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട്. അന്ന് മുതൽ തുടക്കം മുതൽ ഇന്ന് വരെ അവരുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് വലിയ രീതിയിലുള്ള സാമ്പത്തികവും സൈനിക സംവിധാനങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളുടെ സഹായമൊക്കെ തേടിയതിൽ ഏറ്റവും പ്രധാനമായ രീതിയിലുള്ള കാര്യം ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ബന്ദിമോചനം എന്നുള്ള ഒരു കീറാമുട്ടി തന്നെയാണ്. ഇസ്രായേലിന്റെ അകത്തും പുറത്തും രാജ്യാന്തര നിലയിലൊക്കെ ഈ കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും എന്നാൽ ഇതിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാതെ വന്ന സമയത്താണ് യുദ്ധ പരാജയമാണ് ഇസ്രായേൽ ഉണ്ടായത് എന്ന് ഒക്ടോബർ 7-ാം തീയതി മുതൽ ഇന്ന് വരെ അവർ പൈ കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പൊ പറയുന്നത് ഗസയുടെ അകത്തൊന്നും ബന്ദികൾ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയുമില്ല. തെക്ക് വടക്കൻ ഭാഗങ്ങളിലും ക്യാൻ യൂനിസിന്റെ ഭാഗങ്ങളിലും റഫേലും അടക്കം തങ്ങളുടെ സൈനികർ നിരന്തരം ജാഗരൂകരായിക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുകയും 7000-ഓളം ഫലസ്തീനികളെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും അവിടെ എവിടെയെങ്കിലും ഒരു പ്രദേശത്ത് അവരുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആയതിനാൽ ഗസയിൽ നിന്ന് അവർ ഈജിപ്തിലേക്ക് ബന്ദികളെ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈജിപ്തിലേക്ക് എത്തുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിരിക്കുന്ന വിവരങ്ങളും പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പരാജയമാണ്. ഗസയിൽ നിന്ന് തുരങ്കം വഴി ഈജിപ്തിലേക്ക് എത്താനുള്ള സാധ്യത അവർ പറയുന്നത്. എന്നാൽ റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട് വളരെ വിശാലമായ രീതിയിൽ തന്നെ പരിശോധന നടത്തിയിട്ടും ഈജിപ്തുമായി ബന്ധപ്പെടുന്ന ഒരു തരത്തിലുള്ള ബങ്കറുകൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കരമാർഗം പോകാൻ വേണ്ടി ഏതായാലും സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് എത്തിച്ചത് എന്നുള്ളൊരു സ്ഥിരീകരണം നൽകുന്ന കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം 3 ബന്ദികളുടെ മൃതദേഹം അവർക്ക് കിട്ടിയത് കാൻ യൂനിസിന്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഗസയുടെ ഭാഗത്ത് തന്നെയാണ് അവരുള്ളത് എന്നുള്ളതിന്റെ ഏറെക്കുറെ തെളിവായിട്ട് ഈ 3 മൃതദേഹത്തെയും നിരീക്ഷകർ വിലയിരുത്തുകയാണ്. അങ്ങനെ ആണെങ്കിൽ ഈജിപ്തിന്റെ ഭാഗത്തുനിന്നായിരുന്നു മൃതദേഹം കിട്ടേണ്ടിയിരുന്നത്. ഇവർ കിട്ടിയത് ഗസയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ്. മാത്രവുമല്ല അവരങ്ങനെ തണുത്തുറച്ച് നിൽക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹമാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് കിട്ടിയത്. അത് ഒരു പക്ഷേ ഹമാസിന്റെ ആളുകൾ ഉപേക്ഷിച്ച് പോയതായിരിക്കാം. അതല്ലെങ്കിൽ തങ്ങളുടെ കൈവശത്തിൽ ഉള്ള ബന്ദികൾ ഒരുപക്ഷെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പിന് വേണ്ടിയിട്ടും ഇസ്രായേലിന്റെ അകത്ത് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടാവാൻ വേണ്ടി ഇത് കാരണമാകാൻ വേണ്ടിയിട്ടും ഒരുപക്ഷെ ഹമാസ് വിട്ടുകൊടുത്തതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പ്രചരിക്കുന്നു. ഏതായിരുന്നാലും ഈജിപ്തിനെ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് വലിയ ഗൗരവത്തിലുള്ള ഒരു വിഷയമായിട്ട് തന്നെ നിരീക്ഷകർ കാണുന്നു. യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ആദ്യഘട്ടത്തിൽ ഒക്ടോബർ 7-ാം തീയതിയുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിനോടനുബന്ധിച്ച് തന്നെ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഈജിപ്തിന്റെ അതിർത്തിയിൽ വന്ന് വീഴുകയും വലിയ രീതിയിലുള്ള ശക്തമായിരിക്കുന്ന സ്ഫോടനം നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങൾക്ക് വഴിതെറ്റി വീണതാണ്, അല്ലാതെ ഈജിപ്തിനെ ലക്ഷ്യമാക്കിയിട്ട് ആക്രമിച്ചതല്ല എന്ന തരത്തിൽ അവർ മാപ്പ് പറയുകയാണ് ഉണ്ടായത്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈ കാര്യത്തിൽ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ അവരുടെ പാർലമെന്റിനകത്തും അവരുടെ മീഡിയക്കുള്ളിലും നടന്നിട്ടുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് വല്ല കാരണവശാലോ ഈജിപ്ത് ഇസ്രായേലിനെതിരെ ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് യുദ്ധം നയിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ നിങ്ങളെയും ആക്രമിക്കും എന്നതിന്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെ അതിർത്തി സ്ഫോടനം
നടത്തിയത് എന്നാണ് അന്ന് ഈജിപ്തിന്റെ മീഡിയകളൊക്കെ അഭിപ്രായപ്പെട്ടത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഈ യുദ്ധത്തിന്റെ സ്ഥിതി അവസ്ഥകളൊക്കെ മാറ്റം വരികയാണെങ്കിൽ ഈജിപ്തിന്റെ നിലപാടിന് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അവർ അറേബ്യൻ ദേശത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്, ഞങ്ങൾ ഒറ്റപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയൊരു യുദ്ധം വരികയാണെങ്കിൽ ഈജിപ്ത് ഇറാനോടൊപ്പം ചേരും. ഇറാനോടൊപ്പം ചേരുന്ന സമയത്ത് അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലക്ക് ഇസ്രായേലിന് വലിയ രീതിയിൽ ആഘാതം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മുമ്പത്തെ പോലെ ഞങ്ങൾ തിരിച്ചടിക്കും എന്നത് ഓർമ്മിപ്പിക്കാനുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് പറയപ്പെടുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലും ഈജിപ്തും തമ്മിൽ 1967 വലിയ ഘോരമായിരിക്കുന്ന യുദ്ധം നടത്തിയ കാര്യങ്ങളും ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ഗസ എന്ന് പറയുന്ന പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഞങ്ങൾ ശക്തി ചോർന്നിട്ടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ സ്ഫോടനം നടത്തിയത്. മാത്രവുമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണാത്ത രീതിയിൽ ഒരു സ്ഫോടനം നടത്തുന്നില്ല. അവരത് ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്ത പ്രവൃത്തിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ചർച്ചാ കാര്യങ്ങൾ പോകുന്നത് എവിടെയാണ് യഥാർത്ഥത്തിൽ ബന്ദികൾ ഉള്ളത് എന്നാണ്. 100-ലധികം 135ഓളം ബന്ദികളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ 3 ബന്ദികളുടെ മൃതദേഹം ഇപ്പോൾ കിട്ടിയെന്ന് പറയുന്നു. ചില ബന്ദികളൊക്കെ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതും, മരണപ്പെട്ടു പോയവരെ ഫ്രീസറിൽ വെച്ച് ഹമാസ് സൂക്ഷിക്കുകയാണ്, അതൊരു കരാർ വ്യവസ്ഥ പ്രകാരം കൈമാറ്റം ചെയ്യും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ ഈ പ്രതിസന്ധി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ 24 മണിക്കൂറും വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഗസയിൽ ഇപ്പോൾ നടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആശുപത്രി ആക്രമിച്ചതും, അവർ പള്ളികൾ ആക്രമിക്കുന്നതും, മദ്രസ ആക്രമിക്കുന്നതും, അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഹമാസിനെ പിടികൂടാനാണ്. അവിടെ എവിടെയെങ്കിലും അവരുടെ ആ ഭൂമിയുടെ ആന്തരികപരമായിരിക്കുന്ന ഭാഗങ്ങളിലോ അതല്ലെങ്കിൽ അതിന്റെ ഏരിയകളിലോ എവിടെയെങ്കിലും ബന്ദികൾ ഉണ്ടെങ്കിൽ പിടികൂടുക എന്നുള്ളതും അത് ലോകത്തിന് മുൻപിൽ ഹാജരാക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന വിഷയവുമാണ്. അതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ഗസയുടെ സർവ്വ മേഖലയിലും അവർ അരിച്ചു പെറുക്കുന്നത്. അവിടെ ഒന്നും അവർക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. ഒരു ബന്ദിയെപ്പോലും ജീവനോടെ അവർ മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രതിസന്ധി ഇപ്പോൾ 7ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ 224 ദിവസം കഴിഞ്ഞു എന്നാണ് കണക്ക് പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലും യഥാർത്ഥത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ ജാള്യത ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട്. ആ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, നാഷണൽ ഹൈവേ പിക്കറ്റ് ചെയ്യുന്നത്, അത്തരം വിഷയകാര്യങ്ങൾ എന്ന് വെച്ചാൽ പോലീസുമായിട്ട് ഇസ്രായേലിന്റെ ജൂത പൗരന്മാർ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ചരിത്രത്തിൽ ഇതിനു മുൻപൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ അതിജീവിക്കണം എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ്. അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈജിപ്തിന്റെ കൈവശത്തിലാണ് ബന്ദികൾ ഉള്ളത് എന്നുള്ള ഒരു വിവരങ്ങൾ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ആ പുറത്തു വന്നതിന്റെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ തെളിയിച്ചു കൊടുക്കേണ്ടി വരും. അത് ഇതിന് മുൻപുണ്ടായിരിക്കുന്ന പല സംഭവങ്ങളും അങ്ങനെയാണ്. ആദ്യഘട്ടത്തിൽ ആശുപത്രി ആക്രമണത്തിൽ 600ഓളം ആളുകൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്ന് ഇസ്രായേൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങളല്ല ആക്രമിച്ചത് ഹമാസ് തന്നെയാണ്. അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ആ മിസൈൽ വഴിതെറ്റിയിട്ട് ആശുപത്രിയുടെ മുകളിലേക്ക് വീണതാണ്. അങ്ങനെയാണ് ഇത്ര വലിയൊരു അത്യാഹിതം സംഭവിച്ചത് എന്നാണ് അന്ന് അവർ പറഞ്ഞത്. അതിന് റഷ്യ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് തെളിയിച്ചു കൊടുക്കണം, ലോകത്തിന് മുൻപിൽ നിങ്ങളല്ലെന്നുള്ളത് നിരപരാധി തെളിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. അതിന് എല്ലാവിധ സാങ്കേതിക സംവിധാന കാര്യങ്ങളും നിങ്ങളുടെ കൈവശത്തിലുണ്ടല്ലോ, റഡാർ അടക്കം, അത് ഹാജരാക്കിക്കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതാണ്. പക്ഷെ അതിനുശേഷം ഒരു മറുപടിയും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പിന്നീടുള്ള അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഡസൻ കണക്കിന് ആശുപത്രികളാണ് പിന്നീട് ഇസ്രായേൽ ആക്രമിച്ചത്. അതുകൊണ്ട് ഈ ആക്രമിച്ചത് അവർ തന്നെയാണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് ബന്ദികൾ ഈജിപ്തിലുണ്ട് എന്നുള്ളതാണ്. ഈജിപ്തിലുണ്ട് എന്ന് വെറുതെ ഇസ്രായേൽ പറഞ്ഞാൽ പോരാ, അത് തെളിയിക്കണം എന്നാണ് യഥാർത്ഥത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരുടെയും മീഡിയക്കാരുടെയും നിലവിലെ അഭിപ്രായം. ഈജിപ്തിന്റെ മറുപടി പുറത്തു വരുന്നതോടുകൂടി ഇത് വലിയ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.